സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ രീതിയിൽ തെരച്ചിലും സുരക്ഷാ സംവിധാനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന ചില വാർത്തകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ്. അതിൽ പറയുന്നത് ഈ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കം സ്വാതന്ത്ര്യ സ്ഫോടനം നടത്തുകയോ സ്വാതന്ത്ര്യദിനത്തിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം സ്ഫോടനം നടത്തുകയോ ചെയ്യാനായി തീവ്രവാദ സംഘടനകൾ പദ്ധതി ഇട്ടിരുന്നതായി ചില വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ വലിയ സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ അയവ് വരുമ്പോൾ സേനാ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുക, ഇല്ലെങ്കിൽ മറ്റു രീതിയിൽ ആക്രമണം നടത്തുക എന്നൊക്കെ വിവിധ സംഘടനകൾ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പഞ്ചാബിൽ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ, അപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഭീകര സംഘടനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സ്ലീപ്പർ സെൽ ആയിട്ട് അടക്കം ഉള്ളൊരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷം, ബംഗ്ലാദേശിൽ തീവ്രവാദ സംഘടനകളൊക്കെ വീണ്ടും സജീവമാകുന്ന കാലഘട്ടം. അവിടെയാണ് നാം നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി, അപകടപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഭീകര സംഘടനകൾ ശ്രമിക്കുന്നതിന് തടയിടുകയാണ് ഇപ്പോൾ കേന്ദ്രസേന. ദില്ലിയിൽ 3000-ഓളം ട്രാഫിക് പോലീസുകാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം നാളെ ഒരു ട്രാക്ടർ റാലി ഈ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 10,000 പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. 700 AI ക്യാമറകൾ അഡീഷണലായി അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനും അടക്കമുള്ള സുരക്ഷയുടെ ക്രമീകരണങ്ങൾ BSFന് കൈമാറിയിട്ടുണ്ട്. ഡ്രോണ്, പട്ടം, അതുപോലെ തന്നെ ഹോട്ട് എയർ ബലൂൺസ്, പാരാഗ്ലൈഡിംഗ് എന്നിവയെല്ലാം നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.